നേരെ നമ്മൾ ചോദ്യത്തിലേക്ക് പോവാണ്. ഒന്നാമത്തെ, വി ഷാണ്ട് ഹാവ് എ ഹോളിഡേ ഇൻ ഓഗസ്റ്റ്. ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ എന്താ വരിക ഇവിടെ? ഓക്സിലറി ഡയറക്റ്റായി തന്നിട്ടുണ്ടോ നോക്കുക. ഡയറക്റ്റായി തന്നിട്ടുണ്ടല്ലോ. ഷാണ്ട് എന്ന് തന്നിട്ടുണ്ട്. ഷാണ്ട് എന്നുള്ളത് എന്താണ്? ഷാള് നോട്ട്. ഷാൾ നോട്ടാണ് എന്ത്? ഷാണ്ട്. അപ്പോൾ പിന്നെ ഓക്സിലറി അതിൽ തന്നെ കിടപ്പുണ്ട്, ഷാള്. ഇനി സബ്ജക്റ്റിൻ്റെ പ്രൊനൗൺ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റായി വന്നിരിക്കുന്നത്, വി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഷോൾ വി ആണ് ആൻസർ വരിക. അടുത്തത് ചേഞ്ച് ദ വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് അവിടെ തന്നിട്ടുണ്ട്. ഷീ ഗേവ് us ഗുഡ് ഫുഡ്. അതിനെ പാസീവിലേക്ക് ആക്കണം. അപ്പോൾ ആദ്യം ഓബ്ജക്റ്റ് ഉണ്ടോ നോക്കുക. ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, ഷീ ഗേവ് us ഗുഡ് ഫുഡ്. ഇവിടെ നമുക്ക് അസ് എന്നുള്ളതിനെ മാറ്റിയിട്ട് അതിൻ്റെ പ്രൊനൗൺ എന്താണ്? വി എന്ന പ്രൊനൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും ആൻസർ? വി എന്ന സബ്ജക്റ്റ് എഴുതി, ഗേവ് ആണ് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റ് ടെൻസിലുള്ള പാസീവിൻ്റെ ഫോം എടുക്കണം. ഏതാ വരിക? പാസ്റ്റിൽ ഓബ്ജക്റ്റ് ഇവിടെ വരുന്ന സമയത്ത് സബ്ജക്റ്റായി മാറും. സോ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V3 അല്ലേ? സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. അതിനനുസരിച്ച് വാസ് അല്ലെങ്കിൽ വേർ ചേർക്കണം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് വി ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലൂറലാണ് എടുക്കേണ്ടത് വെർബ്. സോ വേർ എടുത്തു. ഇനി V3 ഗിവ് എന്ന വെർബ്, അതിൻ്റെ V3 അല്ലേ? ഗേവ് ആണല്ലോ പാസ്റ്റ് ടെൻസിൽ കിടക്കണം. ഗേവ് V2 ആണ്. V3 ഏതാണ്? ഗിവൺ ആണ്. അപ്പോൾ എന്തായി? വി വർ ഗിവൺ. ബാക്കിയുള്ള അതുപോലെ ഗുഡ് ഫുഡ് ബൈ ഹെർ. ഓപ്ഷൻ ബി. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ചാണ് അടുത്തത്. ഡയറക്റ്റ് സ്പീച്ച് അവിടെ തന്നിട്ടുണ്ട്. ഹി സെഡ് ടു മീ ഗിവ് മീ യുവർ കാർഡ്. ഹി ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞ് തുടങ്ങി. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഗിവ് എന്ന വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പറേറ്റീവ്സ് നമ്മൾ മാറ്റുമ്പോൾ ടു ആ വെർബ് ഏതാണെന്ന് പറഞ്ഞാൽ ആ വെർബിൽ വെച്ചിട്ട് ബാക്കി പ്രൊനൗണോ ടെൻസൊക്കെ മാറ്റി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഹി ആസ്ക്ഡ് മീ ടു ഗിവ് അതുപോലെ എഴുതി. മീ എന്നുള്ളത് എന്തായി? ഹിമ്മായി. യുവർ കാർഡ് എന്നുള്ളത് മൈ കാർഡ് എന്നായി. ഹി ആസ്ക്ഡ് മീ ടു ഗിവ് ഹിം മൈ കാർഡ് എന്നായി അല്ലേ? അടുത്തത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ആണ്. ഇഫ് ക്ലോസ് തന്നിട്ടുണ്ട്. ഇഫ് ഐ ഡാഷ് യു ഐ വുഡ് നോട്ട് ഗോ ദെയർ. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് ആയി ഇഫ് ക്ലോസിൽ എന്താണ് നമ്മൾ ചേർക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മെയിൻ ക്ലോസിലേക്ക് നോക്കുക. മെയിൻ ക്ലോസിൽ നോക്കുമ്പോൾ ഐ വുഡ് നോട്ട് ഗോ ദെയർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വുഡ് നോട്ട് എന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. വുഡാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ സെക്കൻഡ് ടൈപ്പിലുള്ള ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ സെക്കൻഡ് ടൈപ്പിലുള്ള ഇഫ് ക്ലോസ് ആണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് എന്തായിരിക്കണം? ഇഫ് ക്ലോസിൽ എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ ഇവിടെ വരുന്നത് ഐ സബ്ജക്റ്റായി വരുന്നുണ്ട്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലറായിട്ട് വേറാണ് യൂസ് ചെയ്യുക. കണ്ടീഷണൽ ക്ലോസ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇഫ് ഐ വേർ യു ഐ വുഡ് നോട്ട് ഗോ ദെയർ. അതാണ് കറക്റ്റ് ആൻസർ.